ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നവംബർ 14 ശിശുദിനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ കുഞ്ഞു മക്കൾക്കും ശിശുദിന ആശംസകൾ. അപ്പോൾ ഞാൻ ചക്കരക്കുട്ടനായിട്ട് അംഗനവാടി വരെ പോകാൻ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ചെറിയ പ്രോഗ്രാം ഉണ്ട്, ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അവന് ചേർത്തിട്ടും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എന്നാലും പൊടി വാങ്ങിക്കണമല്ലേ, 3-3.5 വയസ്സുകാരനൊക്കെ പൊടി കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളോട് ഇന്ന് അവിടുത്തെ ഒരു അംഗം തന്നെയാണല്ലോ പോവുക. അപ്പോൾ അവനെ കൂട്ടിയിട്ടോട് ചെല്ലാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ചക്കരനായിട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ കുഞ്ഞു മക്കൾക്കും ഒരിക്കൽ കൂടി ശിശുദിന ആശംസകൾ. ചക്കരക്കുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ നമ്മുടെയൊക്കെ ഉള്ളൊരു ഡ്രസ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ചെറിയൊരു വൈറ്റും ബ്ലൂവും കോമ്പിനേഷൻ ആയിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ എന്തായാലും ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി സ്കൂൾ വണ്ടി വരുന്നുണ്ട്. പോയാ അപ്പോൾ കുഞ്ഞുനായിട്ട് നമ്മളൊന്ന് പോവാനേ. കുഞ്ഞു ടാറ്റ പറയും, ടാറ്റ പറയും. അംഗനവാടി പോവാ പറയും. അമ്മയുടെ അപ്പം പോയി. എന്താണ് ഇപ്പം നോട്ടൊക്കെ പൗണ്ടറാ? കുഞ്ഞു അംഗനവാടി പോവാ പറയും. കുഞ്ഞു അയ്യോ എന്താ ഇതിലേ അമ്പടാ, അതിൽ പൗഡർ തറച്ച് വെച്ചിരിക്കുക. അതിടല്ലേ കുഞ്ഞു, അമ്മ ഇട്ടന്നല്ലേ കുഞ്ഞുവിന്. കുഞ്ഞു അംഗനവാടി പോവാ പറയും. ടാറ്റ പോവാ പറയും. അമ്മയുടെ ഒപ്പം പോവാ പറയും. ഒപ്പം പോവാണ് പറയും. പോവാണ് പറയും. ചേച്ചിമാരൊക്കെ ഉണ്ട് ഇവിടെ അവിടെ. ഹോണ് കുഞ്ഞു ഹോണൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിക്ക്. പോവല്ലേ കുഞ്ഞ, പോവല്ലേ കുഞ്ഞു? ബായ് പറ. വിളിച്ച് പോവാ. ഞങ്ങൾ പോവാൻ ഇറങ്ങിയാണ് കേട്ടോ. ശരിക്കും പറയാച്ചാൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ ആ ഭാഗത്ത് പാടാണ്. അപ്പോൾ ആ പാടത്ത് കൂടെ കയറാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ നായ്ക്കളൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് നമ്മൾ പാടത്ത് കൂടെ നേരെ റോട്ടിൽ കൂടെ പോകാൻ നടക്ക്. ഈ ഒരു വഴിക്കട്ടാ പോണത്. ഒരു എത്തിങ്കാനൊക്കെ ഉണ്ട്. ഒരു എത്തിങ്കാനായിട്ടോ കാരണം അയ്യോ ഇവിടെ ഒരു വഴിയൊക്കെ ഉണ്ടായിരുന്നു. എന്താ ഉണ്ടായി ആവട്ടെ, എനിക്ക് കുറേ നാളായി ഇപ്പം ഞങ്ങോട്ട് വന്നിട്ട്. അയ്യോ ഈ ഒരു ചെറിയ വഴി കൂടെ പോവായിരുന്നത്. അത് ഞാൻ അപ്പുറത്തെ വഴി കൂടെ. അയ്യോ ആകെ കൺഫ്യൂഷനായി. എന്തായാലും ഈ വഴി കൂടെ പോയേക്കാം. ഞാൻ മുന്നേ വന്നിരുന്നപ്പോൾ ആ ചെറിയ വഴി കൂടെയാണ് പോയിരുന്നിട്ടാ. ഇതിനിപ്പോൾ എങ്ങടെ എത്തും നോക്കാം. കുറേ നാളായി ഞാൻ വന്നിട്ട്. ഞങ്ങളുടെ പോണേ വഴി. അയ്യോ ഈ വഴി ഞങ്ങളുടെ പോണേ. ഇതൊരു വീട്ടിലേക്ക്. അയ്യോ വഴി തെറ്റി. നമുക്ക് തിരിച്ചിങ്ങടനെ പോകണം. നടക്കുഞ്ഞു 9:30 ആകുമ്പോഴേക്കും ചെല്ലാൻ വന്നാ. ഇപ്പം തന്നെ 9:20 കഴിഞ്ഞു. ആദ്യം ഡൗട്ട് ഉണ്ടായിരുന്നു ഈ കുഞ്ഞു വഴിയാണോ എന്ന്. ഈ കുഞ്ഞു വഴി കൂടെ ഞങ്ങൾ മുന്നേ പോയിട്ടുള്ളത് എനിക്കൊരു ഓർമ്മ. അയ്യോ വഴി അടച്ചാ. അയ്യോ ഇതെങ്ങടാ പോയേക്കാം. എനിക്ക് 18-19 വയസ്സുള്ളപ്പോൾ വന്നതാ. പിന്നെ അങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ഇതന്നല്ലേ വഴീശ്വര. കുഞ്ഞുനെ അറിയോടാ വഴി? കുഞ്ഞാ അയ്യോ ഇതെങ്ങടാ പൂണീശ്വര വഴി. എന്തായാലും അവിടെ പോയി തിരിഞ്ഞു വരാം. ഇത് വഴി നീളം കൂടിയ പോലെ എത്തണില്ല. വഴി തെറ്റിയാ. സ്വന്തം നാട്ടിൽ വഴി തെറ്റിയറിയുമ്പോൾ നാണക്കേടാ. ഇല്ല വഴി തെറ്റിയിട്ടില്ല, കറക്റ്റ് തന്നെ. കണ്ടോ അതോ ആ വഴി വന്നാലും ഇങ്ങടെ ഇരുന്നു. ചേടോ നമ്മൾ ആ വഴിക്കാണ് നേരത്തെ നടന്നെത്തിയത്. അത് നേരെ ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ടായിരുന്നു. ഈ പാടം കണ്ട, ഈ പാടത്തിൻ്റെ അപ്പുറത്താണ് നമ്മുടെ വീട്. നമുക്ക് കറക്റ്റ് പറയാന്ന് വെച്ചാൽ കണ്ടോ അവിടെയൊക്കെ വീട് കാണല്ലേ, ഒക്കെ നമ്മുടെ തറവാടും കാര്യങ്ങളൊക്കെ. അപ്പം അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ വീട്. നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട്
നടക്കാറേ ഉള്ളായിരുന്നു. പക്ഷേ നായക്കളെ പിടിച്ചിട്ടാ. പിന്നെ ചടിയൊക്കെ അല്ലേ, കണ്ടത്തിൽ നിറച്ചുണ്ടോ ചടിയാണ്, വെള്ളം. നല്ല പാട്ടൊക്കെ ഇവിടെ ഇങ്ങനെ നടക്കല്ലേ. കേരനീരകളാട് ഈ ഹരിത ചാരുതീരം. പാട്ട് പാടാൻ അറിയാത്ത ഞാൻ പാട്ട് പാടി ഇങ്ങനെ ഇരിക്കും. ആദ്യം കളിയാക്കണ്ട കേട്ടോ. ഒരു കുഞ്ഞു ഇവിടെ ഒരു നായ ഉണ്ടായിരുന്നു ടീച്ചറാ. ഈ വീട്ടിലാ തോന്നുന്നൊരു നായ ഉണ്ടായിരുന്നു. പേടിയാ അത് കൂടെ വരുമ്പോൾ. ശരിക്കും പറയാ അംഗനവാടി, നമ്മൾ ബാലവാടി എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ കറക്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് അപ്പുറത്ത് റോട്ടിൽ കൂടെ പോകണം കേട്ടോ. നമ്മൾ ഈ വളഞ്ഞ് തിരിഞ്ഞ് മൂക്ക് പിടിക്കാൻ പറഞ്ഞ അവസ്ഥ. ഇതിപ്പോൾ വല്ലാത്ത വളവായി നക്കി തോന്നുന്നത്. നടക്കുഞ്ഞോ എത്തി കുറച്ചുകൂടി ഉള്ളൂ. ഓ ഓടണ്ട. ഹായ്, അവിടെ ആരുമില്ലല്ലോ. ഈ മൊന്തക്കാടിൻ്റെ ഉള്ളിൽ അപ്പുറത്ത് കാണുന്നതാണ് കേട്ടോ. കാണാനൊന്നും ഉണ്ടാവില്ല. അയ്യപ്പാ എത്തുകയില്ല. സൗണ്ടൊക്കെ കേൾക്കണ്ട്. കുട്ടികളൊക്കെ എത്തി തോന്നുന്നു. നമ്മളാ ലാസ്റ്റ് കുഞ്ഞാ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇതൊക്കെ നടക്കാനും പേടിയാ. അങ്ങനെ ആരും ഇതൊക്കെ വരാറില്ല തോന്നുന്നു. അത്യാവശ്യം തരും വേണ്ടവർ മാത്രം ഇതൊക്കെ പുള്ളുണ്ട്. അതാണ് ഇതിങ്ങനെ. അതാണ് നമ്മുടെ അംഗനവാടി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ കറക്റ്റ് ഫ്രണ്ട് ഭാഗം അപ്പുറത്താണ്. അപ്പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ റോട്ടിലേക്ക് ഇനിയും പോകണം. അതാണ് നമ്മൾ ഷോർട്ട് കട്ടായി എത്തിങ്ങാണ്ടായി കൂടെ അങ്ങോട്ട് കയറിയല്ലേ. നടക്ക്. ചക്കര ആദ്യമായിട്ട് ഏട്ടം കൊണ്ട് വരുന്നത്. ആരും എത്തിയില്ലേ. 9:30 ആകുമ്പോഴേക്ക് എത്താൻ പറ്റും. ഞങ്ങൾ മാത്രം ആദ്യം എത്തിയുള്ളൂ. ഊഞ്ഞാലൊക്കെ ഉണ്ടാക്കും. ഞാൻ ഊഞ്ഞാല് നടക്ക്. വിളിച്ചോക്ക്. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറുക കേട്ടോ. ശരി പൊക്കോട്ടെ. വാ. പണി കിട്ടിട്ടോ. ഈ ബലൂണൊക്കെ വീർപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അടിന്നോളൂട്ടാ. ആരും വന്നിട്ടില്ല. അപ്പം ഞാനത് ബലൂൺസൊക്കെ വീർപ്പിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പം ടീച്ചറാണേ. അപ്പം ടീച്ചർ അതൊക്കെ ഹാങ് ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ള ചേച്ചിയുണ്ട്. ചേച്ചിയും ടീച്ചറെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനും ബലൂൺസ് ഇങ്ങനെ വീർപ്പിച്ച് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോരോ കുട്ടികളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ടപ്പോൾ ഇയാൾക്കും ചക്കര അതേ പ്രായമാണ്. അംഗനവാടിയിലൊന്നും ചേർത്താറായിട്ടില്ല. അപ്പോൾ അങ്ങനെ മൂപ്പരാൾ ഭയങ്കര വാശിയിലിരുന്നു കേട്ടോ. കരച്ചിലും വിളിച്ചില്ലായിരുന്നു. ഉമ്മ പോച്ചിട്ട് കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട്. കുറച്ച് കുട്ടികളെന്നെ എത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ കാർഡുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ കാർഡ് മേടിക്കാൻ ചക്കര പിടിന്ന് ഇങ്ങനെ ആടുകയാണ് കേട്ടോ. അവരൊന്നും അറിയണില്ല. അങ്ങനെ ഇനി ഇവരെന്നെ കുറച്ചൊന്ന് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും കേട്ടോ. സോങ്ങൊക്കെ ചൊല്ലിയിട്ട്. അപ്പോൾ ചക്കരയ്ക്കും ഇങ്ങനെ കാർഡൊക്കെ കിട്ടി അങ്ങനെ പോകാനുള്ള പരിപാടി തന്നെയാണ്. അപ്പോൾ അധികം നല്ല വെയിലായിരുന്നു ഇന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളൊന്നും അധികം ദൂരത്തേക്കൊന്നും കൊണ്ടുപോകണം. ഈ ഫ്രണ്ട് ഭാഗത്ത് തന്നെ കൊണ്ടുപോകണുണ്ടാവുള്ളൂ കേട്ടോ. കുഞ്ഞോട് നിൽക്ക്. കുഞ്ഞു ആദ്യം മുതൽ പാടിക്കോ. തൊപ്പിയും ജുബയും ഇട്ട് ഇതാ വരുന്നു ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി. അപ്പോൾ കുട്ടികളെന്നൊക്കെ ഒരുമിച്ച് മെഡിക്കൽ കുറച്ച് പാടാട്ടോ. കാരണം പല ഏജ് ഉള്ളവരല്ലേ. അപ്പോൾ ചെറിയ മക്കളും ആണല്ലോ. അപ്പോൾ ഒരുവിധം എല്ലാവരും പിടിക്കുമ്പോൾ ചക്കര അതാ വേറെ വഴിക്കുണ്ട്. അപ്പോൾ അവനും കൂട്ടി പിടിച്ച് ലാസ്റ്റ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ.
ജനിച്ച നാട്ടിലെ അപ്പോൾ മക്കളെല്ലാവരും ഉള്ളിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അധികം ദൂരത്തേക്കൊന്നും കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ അവനെ ഉള്ളിൽ കയറ്റി അവരെന്നെ എല്ലാവരും നിരത്തി ടീച്ചേഴ്സിൻ്റെ ഒപ്പം ഇരുത്തിയിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കാന്നുള്ള രീതിയിൽ ഇരുത്തുകയാണ്. പക്ഷെ രണ്ടാൾ ഭയങ്കര കരച്ചില്ല. അവരും ഒരാളുടെ കരച്ചിൽ മാറ്റി വരുമ്പോഴേക്ക് അടുത്ത ആൾ കരയും. അപ്പോൾ ഇയാൾ പിന്നെയും കരയും. ഇതന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. ഒരുവിധം എല്ലാവരും ഇങ്ങനെ ഇരുത്തി വരും. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കുട്ടികൾക്ക് ലഡു ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനത്തെ എല്ലാവരും ഇവിടെ സിറ്റിംഗ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ബുക്ക് വിതരണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മെമ്പറൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മെമ്പറിൻ്റെ കാര്യം കുട്ടികൾക്ക് എല്ലാവർക്കും ഉള്ള ലഡു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഈ ലഡു ഒന്ന് കൊടുത്തിട്ടാ നമുക്ക് എല്ലാവർക്കും ഈ ലഡു കിട്ടി. കുട്ടികളെന്നെ എല്ലാവരും പുറത്തൊക്കെ ആക്കി അവർക്ക് കളിക്കാനുള്ള സ്ഥലത്തേക്ക് ആക്കിയിട്ടോ. അവിടെ ഒരു മീറ്റിംഗ് കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭക്ഷണമാണ് മെയിൻ. പിന്നെ ഒന്നും കൂടി വന്ന വ്യായാമം ഇമ്പോർട്ടൻ്റ്. നമ്മൾ വീട്ടിൽ പണിയെടുക്കുന്നവരാണെന്ന് അറിയാം. പക്ഷെ പുകവലിയും ഏതെങ്കിലും തരത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം വരെയും ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ ജീവിതത്തിൽ ഒരിക്കലും പുകവലിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള ചെയ്യുകയില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും പുകയില ഉൽപ്പന്നങ്ങൾ വിട്ടുനിൽക്കാൻ എന്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും പ്രവർത്തകരെയും ഞാൻ പ്രേരിപ്പിക്കും. പ്രതിജ്ഞയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും പ്രഷറും ഷുഗറൊക്കെ ചെക്ക് ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് പ്രഷറും ഷുഗറും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ വരിക്ക് നിൽക്കുന്നുണ്ട്. വന്നവരെല്ലാവരും ഒരുവിധം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഈ കൂട്ടത്തിലൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ ഷുഗറിൻ്റെ ആവശ്യമൊന്നും ഇതുവരെ വന്നിട്ടില്ല ടെസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. പ്രഷറൊക്കെ പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ നമ്മളിങ്ങനെ ചെയ്യാറുണ്ട്. ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ഫസ്റ്റ് അപ്പോൾ എല്ലാവരും പേരും അഡ്രസ്സൊക്കെ അവരുടെ ഒരു ബുക്കുണ്ട് അതിൽ എഴുതണം കേട്ടോ. എന്നിട്ടതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യണത്. അപ്പം അങ്ങനെ ഇവരൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഞാൻ ചക്കരേനെ വിളിച്ചു കൊണ്ടുവരാൻ വിചാരിച്ചു കേട്ടോ. അവനെ കളിക്കുന്നിടത്തുനിന്ന് കൊടുന്നിട്ട് എൻ്റെ കൂട്ടി ചെയ്തിട്ട് എനിക്ക് അങ്ങനെ പോകാനും വെച്ചു. പക്ഷെ അവൻ വരുന്നില്ലായിരുന്നു. കുട്ടി കരഞ്ഞു നോക്കടാ. ഇറങ്ങി പോവാ വീട്ടിൽ പോവാ. വായോ ചക്കരേനെയും വലിച്ചും കൊണ്ട് പോരുന്നുണ്ട് കേട്ടാ. ഞാൻ BP ഷുഗറൊക്കെ നോക്കിയിട്ടാ ഒക്കെ നോർമലാണേ. ഇന്നിപ്പോൾ ചക്കരേനെ കൊണ്ടുവരാൻ ഞാൻ കുറച്ച് പാടുപെട്ടു. പിന്നെ ഞങ്ങൾ വഴി കൂടെ അങ്ങനെ ഇറങ്ങിപ്പോയി ചേട്ടാ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും വരുന്നവർക്കും ബൈ.